ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നു. എന്നാ കാര്യം? അതെ, ഒരു ശില്പിയും ഭാര്യയും വന്ന് പുറത്ത് വെപ്പുണ്ട്. അതിപ്പോഴാണോ വന്ന് പറഞ്ഞത്? മേക്കപ്പ് റൂമിൽ പിന്നെ വന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അതല്ലെന്ന്, അവർക്ക് ഇങ്ങോട്ട് വരണമെന്ന്, ഇവിടെ സെലിബ്രിറ്റീസിനെ ആരാണ്ട് കാണണമെന്ന്. ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല ഏട്ടാ. ഞാനത് പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത എന്തോ സ്കിറ്റിന് വേണ്ടിട്ട്. ഓ അങ്ങനത്തെ സ്കിറ്റ് ഒന്നുമല്ല, ഇത് അവര് വേറെ നിങ്ങളോട് എന്തോ കാര്യം സംസാരിക്കണം. ഞാൻ എത്ര പറഞ്ഞിട്ട് കേൾക്കണല്ല. അല്ല ഇത് കഴിഞ്ഞിട്ട് പുറത്ത് നിന്ന് കേട്ടാ അല്ല എന്താന്ന് ചോദിച്ചറിയാലോ, വന്നതല്ലേ ഇനി. വിളിക്കട്ടെ? വിളിച്ചോ. അതെ, ഇങ്ങോട്ട് കയറി വാ. അതെ, ഇത് വീടല്ല, ഫ്ലോറാണിത്. ഞങ്ങൾക്ക് ഈ വട്ടം വിളിച്ചൊക്കെ കണ്ടപ്പം വീടാന്ന് തോന്നിയ. നമസ്കാരം. നമസ്കാരം. രാജശില്പിയാണോ? രാജശില്പി. ലാലേട്ടന്റെ ഒരു തോളൊക്കെ വരവ് കണ്ടപ്പോ അത് അദ്ദേഹത്തിന്റെ ആ സിനിമ കണ്ടതിന് ശേഷം ഞാനിപ്പോ അങ്ങനെയാണ്. ഞാനൊരു ശില്പി ആയതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. നിങ്ങളെ 3 പേരെ ഞാൻ എപ്പോഴും നിങ്ങളുടെ സിനിമകളൊക്കെ കാണാറുണ്ട്, വളരെ സന്തോഷമുണ്ട്. പിന്നെ എനിക്കിപ്പം പക്രുവിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ വിഷമമുണ്ട്, ഞാനത് പറയട്ടെ. പറഞ്ഞു. ഇടയ്ക്കൊരു മെഴുകു പ്രതിമ ചെയ്യിച്ചായിരുന്നല്ലേ? ചെയ്യിച്ചല്ല, പുള്ളി ചെയ്തതാ. എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും ഞാനത് വളരെ തുച്ഛമായ റേറ്റിന് ചെയ്തു തരുമായിരുന്നല്ലോ. ഞാൻ റേറ്റ് കൊടുത്ത് ചെയ്യിപ്പിച്ചതല്ല, പുള്ളി റേറ്റ് കാശുണ്ടാക്കി പുള്ളി തന്നെ ചെയ്തതാ. എന്തോ ആയിക്കോട്ടെ, പക്ഷേ എന്നോട് അനുവാദം ചോദിച്ചു, ഒന്ന് വന്ന് നിൽക്കാമോ, അതുപോലെ അളവെടുത്താൽ മതി എന്ന്, പിന്നെ കുറച്ച് മെഴുക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചതാ. കുറച്ച് മെഴുകു മതി. അതെ. പക്ഷെ എന്നാലും ഞാൻ തുച്ഛമായ റേറ്റിന് ഞാൻ ചെയ്തു തന്നേനെ. പക്ഷെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തന്നു. നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും പ്രതിമ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ. അല്ല എനിക്ക് പ്രതിമ വേണ്ട. അല്ല, വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഞാൻ വഴിയേ പറഞ്ഞു തരാം. ഓക്കെ. ശില്പത്തി കൊത്തുവോ? ശില്പത്തി കൊത്തുവോ? ശില്പത്തി കൊത്തോന്ന് അറിയത്തില്ല, മരം കൊത്തി കൊത്തുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അതല്ല, ഈ ശില്പത്തി കൊത്തുവോന്ന്. ശില്പത്തിയാ ഇത്? ശില്പത്തിയാ? എന്നെ എന്ത് അനാവശ്യമാണോ താൻ പറയുന്നത്? ഇതെന്റെ ഭാര്യയാണ്. അല്ല, ശില്പിയുടെ ഭാര്യയുടെ ശില്പത്തി എന്നല്ലാണ്ട് പിന്നെ ശില്പ ഷെട്ടി എന്ന് വിളിക്കാൻ പറ്റുമോ? ഷട്ടി കട്ട് ചെയ്തിട്ട് ശില്പ എന്ന് വിളിച്ചാൽ മതി. ഇവളെന്റെ ഭാര്യ, അവിടെ പേര് ശില്പ. ശില്പ കൊത്തുമോ? അതാണ് എന്റെ ചോദ്യം. ശില്പ കൊത്തുപോന്നു. ഇവളെ കോളേജ് ജംഗ്ഷനിലോട്ട് കൊണ്ട് നിർത്തണം. എന്തോ കൊത്തുന്നറിയോ? വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൊത്തി കൊത്തി ഒരു പരുവാകും. അങ്ങനെ കൊത്തിയാണ് എന്നെ ഇവിടെ ജീവിതത്തിലേക്ക് ആ പടുകുടിയിലേക്ക് വലിച്ചിട്ടത്. അല്ല, ഞാൻ ശില്പം കൊത്തുവന്നാ ചോദിച്ചത്. അനാവശ്യം വിളിച്ച് പറയട്ടെ. ഇവള് ശില്പം കൊത്തും. ഇവള് നല്ല ഉഗ്രനായിട്ട് ശില്പം കൊത്തും. കൊത്തിയിട്ടുണ്ടോ വല്ലതും? കൊത്തിയിട്ടുണ്ടോന്നോ? നിങ്ങൾ ഹരിയാനയിലോട്ടൊന്ന് ചെല്ലണം. ഹരിയാനയിൽ ഇവളൊരു പ്രമുഖ നടിയുടെ ശില്പം കൊത്തി വെച്ചിട്ടുണ്ട്. അതാരെ? ഐശ്വര്യ റായിയുടെ. ഇത് കണ്ടിട്ട് ആളുകൾ തടിച്ചുകൂടിയിട്ട് ചുറ്റിനും അങ്ങ് ചുറ്റമ്പലം അങ്ങ് പണിഞ്ഞു. എന്നിട്ട് ഐശ്വര്യ റായിയുടെ അമ്പലം ഇപ്പോഴും ഉണ്ടോടാ? അല്ലല്ല, ഇപ്പോഴും പ്രസിദ്ധമായ കള്ളിയങ്കാട്ട് നീലി ക്ഷേത്രം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഐശ്വര്യ റായിനെ കൊത്തിയിട്ട് കള്ളിയങ്കാട്ട് നീലിയുടെ. അതെന്താണ് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ച തുടക്കകാലത്ത് അവൾ ചെയ്ത ഒരു വർക്കാണ്. തുടക്കത്തിൽ ചെയ്തതാ. അങ്ങനെ സംഭവിച്ചത്. അപ്പൊ ഇപ്പൊ കല്ലി കൊത്താറില്ല? ഇപ്പൊ കല്ലി കൊത്താറില്ല. കല്ല് കൊത്താനുണ്ടോ ആട്ടുകല്ല് കൊത്താനുണ്ടോ അരകല്ല് കൊത്താനുണ്ടോ അമ്മിക്കല്ല് കൊത്താനുണ്ടോ? വിളിച്ച് പറയുന്നത് നമ്മുടെ ജോലിയാണ് പറയേണ്ടത്. കല്ല് കൊത്താറില്ല. ഇപ്പൊ ഞങ്ങള് മെഴുകിലാ കൊത്തുന്നത്. മെഴുകിൽ പ്രതിമ ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ മെയിൻ വർക്ക്. കേരളത്തിൽ എന്തെങ്കിലും പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ തിരുവല്ലമില്ലേ? തിരുവല്ലത്ത് അടുത്തൊരു വലിയ വീട്. അദ്ദേഹം ഗൾഫിലാണ്, വലിയ പണക്കാരനാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം, അദ്ദേഹം ഒരു പുതിയ വീട് പണിഞ്ഞു. ആ വീട് പണിഞ്ഞപ്പോൾ ആ സ്വീകരണ മുറിയിൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രതിമ വെക്കണമെന്ന് എന്നോട് പറഞ്ഞു. 20 അടി പൊക്കമുള്ള ഒരു പ്രതിമ, 20 ലക്ഷം രൂപ ചെലവിൽ. സ്വീകരണ ഹാളിൽ നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ കാണുന്നത് ഈ പ്രതിമയാണ്. നിങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടോ? വീട്ടിൽ കൊത്തിവെച്ചാണ്. അപ്പൊ ഗൃഹപ്രവേശത്തിന്റെ അന്ന് അദ്ദേഹത്തിന് അത് കാണണം. അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പൊ ഗൃഹപ്രവേശത്തിന്റെ അന്ന് 20 അടി നീളമുള്ള പ്രതിമ അവിടെ കൊണ്ട് വെച്ച് 20 ലക്ഷം രൂപ മുടക്കി. അയ്യോ, അതെ, ആ വീട് എന്നാ വീടായിരുന്നു അറിയോ? അവിടെ ഒരു ഗണപതി ഹോമം നടത്തി. ഒരു 2-2.5 ലക്ഷം രൂപയുടെ ഗണപതി ഹോമം അല്ലേട്ടാ? ഒരൊറ്റ അടിയാൻ വെച്ചു. 5 ലക്ഷം രൂപയ്ക്കാണ് അവിടെ ഗണപതി ഹോമം നടത്തിയത്. 5 ലക്ഷം രൂപയുടെ ഗണപതി ഹോമം. അതെ, വലിയ വീടല്ലേ? അപ്പൊ അദ്ദേഹം കാശുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അത്രയും ആർഭാടപരമായി ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ പ്രതിമയുടെ ചുറ്റും ആണ് ഈ ഗണപതി ഹോമം നടത്തിയത്. എന്നിട്ട് ഇയാൾ വന്ന് പ്രതിമ കണ്ടോ? നിർഭാഗ്യവശാൽ ഇദ്ദേഹം വന്ന് നോക്കുമ്പോൾ പ്രതിമ അവിടെ ഇല്ല. പ്രതിമ ആരും എടുത്തോണ്ട് പോയി? ആരും എടുത്തോണ്ട് പോയതല്ല. ഈ 5 ലക്ഷം രൂപയുടെ ഗണപതി ഹോമം ഈ പ്രതിമയ്ക്ക് ചുറ്റുമാണ് ചെയ്തിരുന്നത്. ആ ഹാളിൽ വെച്ച് ഈ ഹോമത്തിന്റെ ചൂടടിച്ച് ഈ പ്രതിമ ഉരുകി അവിടെ ഇങ്ങനെ തളം കെട്ടി കിടക്കുകയായിരുന്നു. എന്നിട്ട്
20 ലക്ഷം മുടക്കി ഉണ്ടാക്കിയ പ്രതിമ 20 രൂപയുടെ ഒരു പൊട്ടിയ ബക്കറ്റിൽ കോരി എടുത്ത് അടുക്കള ഭാഗത്ത് കൊണ്ട് കളഞ്ഞു. ഇത്രയും 20 അടി പ്രതിമയൊക്കെ ഉണ്ടാക്കാനുള്ള മെഴുക് എവിടെ നിന്നാണ് ഈ കിട്ടുന്നത്? മെഴുകുണ്ടാക്കാൻ സിമ്പിൾ അല്ലേ? ഞങ്ങൾ ഈ പ്രതിമയുടെ വർക്ക് കുറയുന്ന സമയത്ത് ഈ ചാനലുകളിലൊക്കെ ഈ ഹാസ്യരൂപകം ചെയ്യാൻ പോകും. നിങ്ങൾ അതിനെ സ്കിറ്റ് എന്ന് പറയൂലേ? കപ്പിൾ ഷോ. അതെ, കപ്പിൾ ഷോ ഒക്കെ ചെയ്യാൻ പോകും. അങ്ങനെ അവിടെ നിന്ന് മെഴുകുന്ന മെഴുക് ഞങ്ങൾ കോരിക്കൊണ്ട് പോയാണ് ഈ മെഴുക് പ്രതിമ ഉണ്ടാക്കുന്നത്. ചില ദിവസം ചേട്ടൻ നിന്നങ്ങ് ഉരുകും. അപ്പൊ ആ മെഴുക് എടുത്തിട്ടാണ് ഈ പരിപാടി. ഇപ്പൊ എന്താ പരിപാടി? ഇപ്പം മണലിലൊക്കെ ഞങ്ങള് കടപ്പുറത്ത്. ആ മത്സ്യകന്യൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. മണലുകൊണ്ട് അങ്ങനെ ഇങ്ങനെ കടൽപ്പുറത്ത് ചെന്ന് ഞങ്ങൾ ഇങ്ങനെ മണൽ ഞാനിങ്ങനെ കമന്ന് കിടന്നുകൊണ്ട് ഇങ്ങനെ വാരുകയാണ്. വരുന്ന സമയത്താണ് പുറകെ കൂടെ നീ അമരത്തിലെ മമ്മൂട്ടി കളിക്കുന്നൂടാന്നും പറഞ്ഞ് പോലീസുകാർ വന്നിട്ട് എന്നെ മണൽ മാഫിയ എന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. ആ കേസ് നടക്കുകയാണ്. കഥകിൽ കൊട്ടാറുണ്ടോ? കഥകിൽ കൊത്താറില്ല, ഇദ്ദേഹം ഇടയ്ക്ക് കഥവിൽ മുട്ടാറുണ്ട്. ഞാൻ നല്ല കീച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇപ്പൊ ഇല്ല. സ്വന്തം വീട്ടിലാണോ മുട്ടുന്നത്? അല്ലല്ല, അപ്പുറത്തെ വീട്ടിലൊക്കെ. അപ്പൊ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കെങ്കിലും ഒരു നേരത്തെ പറഞ്ഞത് അവർക്ക് താല്പര്യമില്ലെന്നാ പറഞ്ഞത്. അല്ല, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വളരെ തുച്ഛമായ റേറ്റിന് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരല്ലേ. അങ്ങനാണെങ്കിലേ നമുക്ക് ബാല ചെയ്താലോ? ബാല ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ചെലവാണ്. ആദ്യം നമ്മൾ ഒരു പുരാണ കഥ കണ്ടെത്തണം, എന്നിട്ട് അത് സ്ക്രിപ്റ്റ് ആക്കണം, എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യണം, ആർട്ടിസ്റ്റുകളെ ബുക്ക് ചെയ്യണം, എന്നിട്ട് റിഹേഴ്സൽ ക്യാമ്പ് ഇട്ട് 10-40 ദിവസം റിഹേഴ്സൽ ചെയ്തിട്ട് നമ്മൾ വേദി കിട്ടിയില്ലേ ബാല പൊളിഞ്ഞു പോയല്ലേ. അതൊക്കെ ചെലവാണ്. നമുക്ക് ശില്പം കൊണ്ട് തന്നെ ജീവിക്കാമല്ലോ. നടന്റെ പേരാ ബാലേന്ന്. ബാല നടനാണെങ്കിൽ പ്രശ്നമില്ല, കുറച്ച് മെഴുകു മതി. യോ, അങ്ങേ അറ്റത്തിരിക്കുന്ന ആള്. നമസ്കാരം. ഈ ശില്പി എനിക്കറിയാം. ഞാൻ പ്രസിദ്ധനാണ്. എങ്ങനെ ഇങ്ങനെ പെട്ടുപോയത്? ഞാനാണോ? അബദ്ധം പറ്റിയതാ. ഞാൻ പറഞ്ഞില്ലേ, കുത്തി വലിച്ച് കൊണ്ടുപോയതാണ്. ഇപ്പൊ സാറിന്റെ ഒരു ഇത് ചെയ്യാന്നാണ് പറയണത്. സാറിന്റെ ഒരു എങ്ങനെ ചെയ്യണം? എങ്ങനെ ചെയ്യണം? എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ പറയട്ടെ. കല്ലേക്കൊത്ത്, കരിങ്കൊത്ത്, ചീപ്പ് വെള്ളം, താറാ വെള്ളം, താറാ മക്കളുടെ കയ്യേലൊരു വാങ്ക്. ഞാനുമുണ്ട്, സീതയുമുണ്ട്. സീതയുടെ അപ്പന്റെ പേരെന്ത്? ബാല. ഒന്നും മനസ്സിലായില്ല. അത് ഞങ്ങളൊരു പഴഞ്ചൊല്ല് പറഞ്ഞാണ്. കരിങ്കല്ലി കൊത്താന്നാണ് അവര് പറയണത്. കരിങ്കല്ലി കൊത്താം. താല്പര്യമില്ല. അയ്യോ, അങ്ങനെ ആകുമ്പോ ഒരു 25 ലക്ഷം രൂപയാവത്തുള്ളൂ. നിസാർ 25 ലക്ഷം രൂപ തന്നാൽ നമ്മൾ കരിങ്കല്ലിൽ 20 അടി പൊക്കമുള്ള ഒരു ബാലയെ ഇങ്ങനെ നിൽക്കും. നിൽക്കും. വേണ്ട. വേണ്ട, താല്പര്യമില്ല. കോസ്റ്റ് കൂടുതലായതുകൊണ്ടായിരിക്കാം. ആണിയായാലോ? ആണി കുറേ ആണി കൊണ്ടുവന്നിട്ട് വേണ്ട. അല്ല, ഞാൻ പറയുന്നത് കേക്ക്. ഈ ആണി വെച്ച് ബാലയുടെ രൂപം ഞങ്ങൾ കൊത്തിവെക്കും. 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. നിസാരം 10 ലക്ഷം രൂപയുള്ളൂ. താല്പര്യമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ ആലിലയിലും പ്ലാവലയിലൊക്കെ ഇങ്ങനെ രൂപം, അതാവുമ്പോ വലിയ കാശ് ചെലവില്ല. അതിനകത്തൊക്കെ ഈ രൂപം ചെയ്യുന്നവരുണ്ട്. അത് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, പ്ലാവില എടുക്കേട്ടാ. ചെയ്യാലോ. പ്ലാവില ചെയ്യാം. ലീഫ് ആർട്ട് ഇതിൽ ചെയ്യാലോ. ഇപ്പൊ ചെയ്ത് കാണിക്കും ചേട്ടൻ. സാറിന്റെ രൂപം ഇതിനകത്ത് ഇപ്പൊ റെഡിയാക്കി തരൂര്. ഒരു സെക്കൻഡ്. വേണ്ട. വേണ്ടേ? വേണ്ട. പക്ഷെ ഇപ്പൊ ചെയ്യും. ഒരു ശില്പിയുടെ അത് നിസാരല്ല. അതിപ്പം കണ്ടോണം. കഴിവിനൊക്കെ നിങ്ങൾ മാനിക്കണം. കഴിവ് തന്നെയാണല്ലേ. നിപ്പില് റെഡിയാക്കി തരണം. കണ്ണാടി വേണം. താടിയുണ്ട്, താടി, മുടി ഇങ്ങനെ സൈഡിലേക്ക്. ഒരു കണ്ണുകൊണ്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. നോക്കിട്ടാ വരെ ചെയ്യുന്നേ. നുള്ളിക്കളയുന്നു. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ ശേഷം പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞ അങ്ങനെ ഇവിടെ ഒക്കത്തില്ല. കാണിക്കേട്ടാ. അയ്യോ, കറക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. വേണ്ട. താടി മാത്രമേ ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. താടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കുറച്ച് മാർക്കറ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ അപ്പൊ തന്നെ എന്നെ വന്ന് ഒരു പ്രതിമ ആക്കരുത്. ഞാനൊന്ന് അഭിനയിച്ച് പോയി ജീവിച്ചോട്ടെ. ഒരു കാര്യം ചെയ്യ്, ഈ വക പരിപാടികളൊന്നും പറ്റില്ല. എന്തായാലും ഇത്രയും ബുദ്ധിമുട്ടി വന്നാലേ മെഴുകില് പ്രതിമ മെഴുകിൽ ചെയ്യാം. ഇത് വേണ്ട, മെഴുകി ചെയ്തു തരാം. അല്ലെ, നമ്മുടെ കയ്യിലുള്ള മെഴുക് വെച്ചത് പറ്റത്തില്ലല്ലോ ചേട്ടാ. കുറച്ച് മെഴുകല്ലേ ഉള്ളൂ. മെഴുക് മേടിക്കാനുള്ള പൈസ വേണം. മെഴുക് മേടിക്കാനുള്ള ഒരു 5 ലക്ഷം രൂപ തന്നാ മതി. എന്തിനാണ് 5 ലക്ഷം രൂപ? മെഴുക് മേടിക്കണ്ടേ? പിന്നെ ഇത്രയും നേരം രണ്ടാളും കൂടി ഇവിടെ നിന്ന് മെഴുകി ഉരുകി നിന്നില്ല. ആ മെഴുകെടുക്ക്, അതുകൊണ്ട് ഉണ്ടാക്കിയാൽ മതി. അത് ശരിയാണല്ലോ. അപ്പം ഒരാളിനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം.
ഞങ്ങൾ മെഴുക കോരിക്കൊണ്ട് വരാൻ വേണ്ടി വാ, ഇവിടെ നിന്ന് നേരത്തെ സ്ഥലം വിട്ടോ. നമ്മള് കുറച്ചു നേരം കൂടെ നിന്ന് അവരുടെ രണ്ടുപേരും കൂടെ പണി കൂടും. അതെ. നാദിഷയുടെയും പക്രുവിന്റെ കൂടെ മെഴുക പ്രതിമ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അപ്പൊ ഞങ്ങൾ പോട്ടെ. ഭയപ്പെട്ടോ അധികം മെഴുകുന്നില്ല. മേലെ ഈ പരിസരത്ത് വരും, ഞാൻ പറഞ്ഞതാണ്.